സ്വപ്നക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം മണ്ണന്തേലിലുള്ള ബേഡ് എന്ന വീട്ടിലാണ്. ബേഡ് എന്ന് വെച്ചാൽ അറബിയിൽ ഭവനം എന്നാണ് അർത്ഥം. അലക്സിന്റെയും മറിയുടെയും വീടാണിത്. എന്തായാലും ഈ സ്വപ്നക്കൂടിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അകത്ത് എന്നറിയാം. ഇതിന്റെ ലിവിംഗ് റൂം വളരെ നോർമൽ ആയിട്ടുള്ള ടോൺസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, വൈറ്റ് ആൻഡ് ക്രീം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കർട്ടൻസ് അതിന്റെ അറേഞ്ച്മെന്റിലാണ് ഈ ലിവിംഗ് റൂം കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കുന്നത്. അതായത് ക്രീമിഷ് ആൻഡ് ബ്രൗണിഷ് ഷെയ്ഡാണ് കർട്ടൻസ്. അതുകൊണ്ട് തന്നെ ഈ സെറ്റിയും അത് ബ്രൗണിഷ് ഷെയ്ഡ് കൊടുത്തപ്പോഴത്തേക്ക് ഇന്റീരിയർ കൂടുതൽ എൻഹാൻസ് ചെയ്തിരിക്കുന്നു. ലിവിംഗ് റൂമിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അധികം ഫർണിച്ചർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ബട്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ലിവിംഗ് റൂമിന്റെ സൈഡിലായിട്ടുള്ള 2 ഫ്ലവേഴ്സിന്റെ പെയിന്റിങ്സ് ആണ്. ആൻഡ് പെയിന്റിങ്സിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് ലൈറ്റിംഗും കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് റൂമും ഡൈനിങ് റൂമും മാർക്ക് ചെയ്ത രീതിയിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്കായിട്ട് അവർ സ്റ്റെയർ കേസ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈവസി കൂടുതലാണ്. ഡൈനിങ് റൂമിൽ ഇരിക്കുന്നവരെ ഒരിക്കലും ലിവിംഗ് റൂമിൽ ഇരിക്കുന്നവർ കാണത്തില്ല. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസ് ആണുള്ളത്. ഒന്ന് മാസ്റ്റർ ബെഡ്റൂം ആൻഡ് എ ഗസ്റ്റ് ബെഡ്റൂം. ലിവിംഗ് ഏരിയയുടെ സൈഡിലുള്ള ഒരു നടുമുറ്റ മോഡലുള്ള ഒരു ഏരിയയാണ്. ഇവിടെ നല്ല കാറ്റും വെളിച്ചമാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ഗ്രിപ്പുള്ള ടൈൽസ് ആണ്. അതുകൊണ്ട് മഴവെള്ളം വീണാലും നമ്മൾ തെന്നി വീഴത്തില്ല. ഈ പർഗോള റൂഫിങ്ങിന് ഒരു ഷട്ടർ ഉണ്ട്. ആൻഡ് ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട്, അതായത് മാർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു ചെറിയൊരു മിനി ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ടേബിൾ ആണ് ഈ ഡൈനിങ് ഏരിയയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഭാഗത്തായിട്ട് ഒരു സിമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്രോക്കറി ഷെൽഫ് ഉണ്ട്. ആൻഡ് എല്ലാ ഫർണിച്ചറും ടീക്ക് വുഡിലാണ് പണിതിരിക്കുന്നത്. ഇത് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം. കംപ്ലീറ്റ്ലി ലൈറ്റ് കളർ ഷെയ്ഡ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വൈറ്റ് കളർ വാളിനോട് മാച്ച് ചെയ്തിട്ടുള്ള കർട്ടൻസ്, അതായത് ക്രീം അല്ലെങ്കിൽ വൈറ്റ് കളർ എന്ന് പറയാൻ കർട്ടൻസ്. ആൻഡ് ബ്രെഡ് സ്റ്റഡ് പോലും വളരെ ലൈറ്റ് കളറാണ്. ആൻഡ് ആ ഭാഗത്തായിട്ട് ഒരു ചെസ്റ്റ് ഓഫ് ഡ്രോയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൂമിനോട് കണക്ട് ചെയ്ത് തന്നെ ഒരു ഡ്രസ്സിംഗ് റൂം, ആൻഡ് അതിനോട് കണക്ട് ചെയ്ത് തന്നെ ബാത്റൂം. ബെഡ്റൂമിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബാത്റൂമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇത് ക്യൂബിക്കിൾ. ഇവിടെ നിന്ന് നമുക്ക് സ്റ്റീം ബാത്ത് ആവാം. ആൻഡ് വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ കൂടെ സെപ്പറേറ്റ് ചെയ്യുന്നു. അതാണ് ഈ ക്യൂബിക്കിളിന്റെ വേറൊരു പ്രത്യേകത. ബാക്കിയുള്ള ബെഡ്റൂംസിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന പോലത്തെ ക്രീം ടൈൽസിനോട് മാച്ച് ചെയ്തിട്ടുള്ള ക്രീം ടൈലാണ് ഈ ബാത്റൂമിലും യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ വന്നെത്തുന്ന ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ്. ഈ സ്റ്റേഴ്സിന്റെ വാക്ക് ഏരിയയിൽ മാത്രമായിട്ട് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലായിടത്തും നേരത്തെ പോലെ തന്നെ ക്രീം ടൈൽസ്. ആക്ച്വലി ഈ ഫ്ലോർ ഒരു കംപ്ലീറ്റ്ലി കിഡ്സ് ഏരിയ ആണ്. ബിക്കോസ് ഈ ഫ്ലോറിൽ 2 കിഡ്സ് ബെഡ്റൂം മാത്രമേ ഉള്ളൂ. അത് ഓരോന്നും അവരുടെ ടേസ്റ്റിന് ഡിസൈൻ ചെയ്തിരിക്കുന്നു. ആൻഡ് 3 ബാൽക്കണിയുണ്ട് ഈ ഫ്ലോറിൽ. ഓരോ ബെഡ്റൂമിനും ഓരോ ബാൽക്കണി. ആൻഡ് ഈ ഭാഗത്തായിട്ട് ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്യുന്ന ഒരു ബാൽക്കണി. ഫസ്റ്റ് ഫ്ലോറിലെ ലിവിംഗ് ഏരിയയോട് ചേർന്നിട്ടുള്ള ബാൽക്കണിയാണ് ഇത്. ഇവിടെ നമുക്ക് ഫ്രണ്ട് വ്യൂ ആണ് കാണാൻ പറ്റുക. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡ് റെയിൽ സ്റ്റീലിന്റെ തന്നെയാണ്. ആൻഡ് ഇവിടുത്തെ സീറ്റിംഗ് ഗ്രാനൈറ്റും. ആക്ച്വലി വൈകുന്നേരങ്ങളിൽ കാറ്റൊക്കെ കൊണ്ട് ചായ കുടിക്കാൻ പറ്റിയ ബെസ്റ്റ് ഏരിയ ആണിത്.
എന്തായാലും സ്വപ്നക്കൂടിൽ ഇനി ചെറിയൊരു ബ്രേക്ക്. ഇളയകുട്ടി സാറക്കുട്ടിയുടെ ബെഡ്റൂം. എലിസബത്തിന്റെ ഫേവറേറ്റ് നിറം ഗ്രീൻ ആണെങ്കിൽ സാറക്കുട്ടിയുടെ ഫേവറേറ്റ് നിറം ബ്ലൂ ആണ്. അതുകൊണ്ട് തന്നെ ഈ റൂമിൽ കംപ്ലീറ്റ്ലി ഒരു ബ്ലൂ ഷെയ്ഡാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. വാൾസ് ആണെങ്കിലും കർട്ടൻസ് ആണെങ്കിലും ബെഡ്ഷീറ്റ് ആണെങ്കിലും എല്ലാം ഒരു ബ്ലൂ ഷെയ്ഡ്. ഇവിടെയും അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാത്റൂമും ഡ്രസ്സിംഗ് റൂമും ഉണ്ട്. അതിന്റെ ഒരു ബാൽക്കണിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വീട്ടിലെ മൂത്ത കുട്ടി എലിസബത്തിന്റെ റൂം. എലിസബത്തിന്റെ ഫേവറേറ്റ് നിറം ഗ്രീൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ റൂം കംപ്ലീറ്റ്ലി ഒരു ഗ്രീനിഷ് ടോണിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വോൾ ആണെങ്കിലും കർട്ടൻസ് ആണെങ്കിലും ബെഡ്സ്പ്രെഡ് ആണെങ്കിലും എല്ലാം ഒരു ഗ്രീനിഷ് ഷെയ്ഡിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഒരു ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ റൂമിനോട് കണക്ട് ചെയ്ത് തന്നെ ഒരു ഡ്രസ്സിംഗ് റൂമും ആൻഡ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ആൻഡ് ടീക്ക് വുഡ് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ട ഒരു ഡ്രോയറും ഈ ഭാഗത്തായിട്ടുണ്ട്. വീട്ടിലെ ഓപ്പൺ ടെറസ്. വളരെ കോമ്പാക്ട് ആയിട്ടുള്ള അടുക്കളയാണ് ഈ വീട്ടിനുള്ളത്. ഇവിടെ സ്ലാബിന് യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. അതിവിടെ ഫുൾ കബേർഡ്സ് ടീക്ക് വുഡ് ആണ്. ഈ ഭാഗത്തായിട്ട് ഒരു ഇലക്ട്രിക് ചിമ്മിനി ഉണ്ട്. അതിവിടെ ഒരു കുക്കിംഗ് റേഞ്ചും ആൻഡ് ഈ ഭാഗത്തായിട്ട് സിങ്കും. ഈ കിച്ചണോട് അറ്റാച്ച് ചെയ്ത് തന്നെ ഒരു വർക്ക് ഏരിയ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കോമ്പാക്ട് ബട്ട് സിമ്പിൾ കിച്ചൺ. ഓണറിന് അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഇടമാണിത്. ആൻഡ് ഭാവിയിൽ ഇവിടെ ഒരു ബാർബിക്യൂ കൗണ്ടറും തുടങ്ങാൻ ഇവിടേക്ക് പ്ലാൻ ഉണ്ട്. We will be right back after a short break. Stay tuned. ഈ സ്വപ്നക്കൂടിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഈ വീട്ടുകാരോട് തന്നെ ചോദിച്ചറിയാം. നമ്മോടൊപ്പം ഉള്ളത് മരിയാൻഡിയാണ്. ആൻഡ് മരിയാൻഡിയുടെ 2 കുട്ടികൾ സാറ ആൻഡ് എലിസബത്ത്. ആൻഡി, വെൽക്കം ടു സ്വപ്നക്കൂട്. താങ്ക് യു. നമ്മുടെ ഹസ്ബൻഡ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നു. ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറായിട്ട് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത്ര ഒരു സ്പെഷ്യൽ നെയിം ബേദ് എന്നുള്ള ഒരു സ്പെഷ്യൽ നെയിം സെലക്ട് ചെയ്തത്? ഞങ്ങൾ കുറെ കാലമായിട്ട് സൗദി അറേബ്യയിൽ താമസിച്ചു വരികയായിരുന്നു. അറബിയിൽ ബേത്ത് എന്ന മീനിങ്ങിന്റെ അർത്ഥം തന്നെ ഭവനം എന്നാണ്. കൂടാതെ വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ ബെത്ലഹേമിന്റെ ബേത്തും ഞങ്ങളുടെ മൂത്ത മോടെ പേര് എലിസബത്ത് എന്നാണ്. അവരുടെ പേരിന്റെ ബേത്തും കൂടെ കൂട്ടിയാണ് ഞങ്ങൾ അങ്ങനെയാണ് ഈ വീടിന് ഈ പേര് ഞങ്ങൾ സെലക്ട് ചെയ്യാൻ കാരണം. എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട്? 3500 സ്ക്വയർ ഫീറ്റ്. ഇവിടെ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിരിക്കുന്ന ഒരു ക്രീമിഷ് അല്ലെങ്കിൽ ഒരു വൈറ്റ് ടോൺ ആണ്. എന്താ അങ്ങനെ ഒരു കളർ? അല്ലാതെ ഒത്തിരി കളർഫുൾ ആയിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല. അത് മാമിന്റെ കോൺസെപ്റ്റ് ആയിരുന്നോ അതോ ആർക്കിടെക്ടിന്റെ കോൺസെപ്റ്റ് ആയിരുന്നോ? ഐ ഫ്രണ്ട്ലി ആയിട്ടുള്ള കളർ തന്നെയാണ് ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മക്കളുടെ ബെഡ്റൂമിന് അവർ തന്നെ സെലക്ട് ചെയ്ത കളറാണ്. എലിസബത്തിന് ഗ്രീൻ സ്കീമും സാറയ്ക്ക് ബ്ലൂ സ്കീമും അവർ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നതാണ്. ഈ വീടിന് വെക്കാനുള്ള ടോട്ടൽ ഇൻപുട്ട് ആന്റിയുടെയും ഹസ്ബൻഡിന്റെ ആയിരുന്നോ അതോ ആർക്കിടെക്ടിന്റെ? അനിൽ കുര്യൻ എന്ന് പറയുന്ന ഒരാളാണ് ഇതിന്റെ ആർക്കിടെക്ചർ ഭാഗങ്ങളെല്ലാം ചെയ്തത്. കൂടാതെ ബിൽഡർ മിസ്റ്റർ ഷാജി പേൽ കൺസ്ട്രക്ഷൻ ഇവിടെ നാലാഞ്ചിറയിൽ. ഹസ്ബൻഡിന്റെ മൂത്ത ബ്രദർ
റോയിച്ചായനും ഇതിനകത്ത് കൂടുതലായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഈ വീടിന്റെ കൺസ്ട്രക്ഷൻ ടൈമിൽ എലിസബത്തിന് എന്തൊക്കെ ഐഡിയാസ് ആയിരുന്നു റൂമിനെ കുറിച്ച് ആർക്കിടെക്ടിനോട് പറഞ്ഞത്? ഞാൻ ആദ്യമേ പറഞ്ഞത് ഗ്രീൻ സ്കീം വേണമെന്നാണ്. അതിനനുസരിച്ച് തന്നെ എല്ലാം ഗ്രീനിൽ ചെയ്യാൻ ആർക്കിടെക്ട് കേൾക്കുകയും ചെയ്തു. ഗ്രീൻ കർട്ടൻ ചെയ്തിട്ടുണ്ട്, വാൾസ് എല്ലാം ഗ്രീനാണ്. പിന്നെ ഞാൻ പറഞ്ഞത് ഒരു ബാൽക്കണി വേണം, ഒരു ജസ്റ്റ് പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു റിലാക്സേഷന് വേണ്ടി പുറത്ത് പോയിരുന്ന ഒരു കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടി. അത് രണ്ടും നന്നായിട്ട് ആർക്കിടെക്ട് കേട്ടിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു അവന് കിച്ചണിനെ കുറിച്ചുള്ള ഐഡിയാസ്, കോൺസെപ്റ്റ്? ഞാൻ പ്രതീക്ഷയിലും ഒത്തിരി നല്ലതായിട്ട് നല്ല സ്പേഷ്യസ് ക്യാബിനറ്റും സ്റ്റോറേജ് ഏരിയയും എല്ലാം കൂട്ടി തന്നെ നല്ലതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പൊതുവെ നിന്നുള്ള സ്റ്റേഴ്സിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഒരു സ്പൈറൽ ഷേപ്പ് സ്റ്റേഴ്സ് ആണ് ഇവിടെ കാണുന്നത്. അതെന്താ അങ്ങനെ ഒരു കോൺസെപ്റ്റ് വരാൻ കാരണം? 360 ഡിഗ്രി ആംഗിൾ പേപ്പർ ഫോൾഡിംഗ് ടൈപ്പ്, അതായത് മുകളിലോട്ട് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമുക്ക് ആവശ്യമായിട്ട് കയറുകയും ഇറങ്ങുകയും ചെയ്യാം. കാര്യം ചില സ്റ്റേഴ്സ് കയറി കഴിയുമ്പോൾ നമുക്ക് ക്ലൈംബ് ചെയ്ത് കഴിയുമ്പോൾ മുകളിലെത്തി കഴിയുമ്പോൾ മിക്കവാറും പറയും ഇത്രയും സ്റ്റേഴ്സ് കയറണമായിരുന്നു, അല്ലെങ്കിൽ അത് മിക്കവാറും നമ്മൾ കിടക്കുന്ന കണക്കുള്ള ഒരു അനുഭവം ഉണ്ടാകും. പക്ഷെ ഇത് നോക്കുമ്പോൾ അങ്ങനെയല്ല. ഈ നടുമുറ്റത്തിന്റെ ഐഡിയ, അതായത് കാറ്റും വെളിച്ചവും ഒക്കെ കൊള്ളാനായിട്ടുള്ള ആ ഐഡിയ എങ്ങനെയാണ്? പെർഹോളിന്റെ മുകളിൽ ഷട്ടർ ഇട്ടിരിക്കുകയാണ്. അത് തുറക്കുമ്പോൾ നല്ല കാറ്റും കിട്ടും, വെളിച്ചവും കിട്ടും, മഴയും ആസ്വദിക്കാം. അതുകൊണ്ട് തന്നെ ആ ഇതിനായിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. സാറക്കുട്ടിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഏരിയ? എനിക്ക് ലൈബ്രറി ഏരിയ ആണ് ഇഷ്ടം. എന്തെങ്കിലും എക്സ്റ്റൻഷൻ ആവായിരുന്നു, അങ്ങനെ എന്തെങ്കിലും പോരായ്മകൾ തോന്നുന്നുണ്ടോ? എനിക്ക് പോരായ്മയായിട്ട് തോന്നിയിട്ടില്ല. ഇത് ഞങ്ങളുടെ ഡ്രീം ഹോമാണ്. അത് ഓൾമോസ്റ്റ് സാറ്റിസ്ഫൈ ആയി, ഫുൾഫിൽ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. സാറയ്ക്ക് റൂമിനെ കുറിച്ച് എന്തൊക്കെ കോൺസെപ്റ്റ്സ് ആയിരുന്നു? എന്റെ റൂം ഒരു ബ്ലൂ സ്കീം ആയിരിക്കണം. ബ്ലൂ എന്ന് വെച്ചാൽ കണ്ണ് നല്ല കൂളാവുന്ന ഒരു കളറാണ് ബ്ലൂ. അപ്പം പെട്ടെന്ന് എന്തെങ്കിലും സ്ട്രെസ് ഒക്കെ കഴിഞ്ഞിട്ട് റൂമിലോട്ട് കയറുമ്പോൾ നല്ല നമ്മളെ മൈൻഡൊക്കെ നല്ല കൂളാവും ആ ബ്ലൂ കാണുമ്പോൾ. അതുകൊണ്ട് ഞാൻ ആർക്കിടെക്ട് അങ്കിളുടെ അടുത്തും പപ്പയുടെ അടുത്തും പറഞ്ഞത് എനിക്ക് ബ്ലൂ റൂം വേണമെന്നായിരുന്നു. അപ്പം അവർ എൻ്റെ ഇത് കേട്ടു, ഞാൻ ഇഷ്ടപ്പെട്ട ബ്ലൂ സെലക്ട് ചെയ്ത് കൊടുത്തു, അവരത് പെയിന്റ്. എന്തായാലും ഇത്ര നേരം ഞങ്ങളോട് ബേദിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ പങ്കുവച്ചിട്ട് നിങ്ങൾ 3 പേർക്കും ലോട്ട്സ് ഓഫ് താങ്ക്സ്. ഈ ആഴ്ചത്തെ സ്വപ്നക്കൂട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, സ്വപ്നക്കൂട്, അമൃത TV, ഗാന്ധിനഗർ, വഴുതക്കാട്, ട്രിവാൻഡ്രം 14. Or you can mail us at swapnakood@amritatv.com. So until meet next time, bye bye.